അങ്ങനെ ഭഗവാൻ നന്ദിയുടെ ഒപ്പം എന്നാണ്. നന്ദികേശ്വരന്റെ കൈ പിടിച്ചുകൊണ്ടാണ് അവിടുന്ന് പുറപ്പെട്ടത്. അപ്പോൾ ദേവപത്നിമാരുണ്ട്, ഋഷിപത്നിമാരുണ്ട്. എല്ലാവരും ആ ഹിമവാന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരവേ വേഗം തന്നെ ഹിമവാൻ തന്റെ ബന്ധുക്കളോടുകൂടി, ഇപ്പൊ ഹിമവാൻ പർവ്വതമാണ്, ഹിമാലയം പർവ്വതമാണ്. അപ്പൊ ബന്ധുക്കളും പർവ്വതങ്ങളാണ്. അപ്പൊ അവരൊക്കെ തന്നെ ഇപ്പൊ പുത്രന്മാരൊക്കെയുണ്ട്. ഹിമവാന്റെ മൈനാകം തുടങ്ങിയിട്ടുള്ളവരൊക്കെ പുത്രന്മാരായിട്ടാണ് പറയുക. എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വരനെയും ബന്ധുക്കളെയും സ്വീകരിക്കുക എന്നുള്ള ചടങ്ങ് അങ്ങനെ സ്വീകരിച്ചു. കാല് കഴുകി കൂട്ടിക്കൊണ്ടുവന്ന് ആ മണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെ ദിവ്യമായ ആ മണ്ഡപത്തിൽ ഭഗവാൻ എത്തിച്ചേർന്നു എന്നാണ്. രുദ്ര സമൂഹത്തോടുകൂടി, രുദ്രഗണങ്ങളോടുകൂടി, ശിവഗണങ്ങളോടുകൂടി, ദേവന്മാരുടെ ഒക്കെ ആ ഒപ്പം ഭഗവാൻ ആ മണ്ഡപത്തിൽ അങ്ങനെ വിരാജിക്കുന്നു. മാതരസപ്തലോകാനാം ദേവതാം പത്നയോ അമല മുനീനാം പത്നയ സർവാ തഥൈവ അപ്സരസാം ഗണ അഥാദ്രിരാജോ ജനനിം ജഗതാം സഹമേനയാ പുരന്ധ്രീഭിശ്ച പൗരാണം അലം ചക്രേ സുമംഗളാം ഗൗരീ കല്യാണ വൈഭോഗം ഗായന്ത്യശ്ച മുദാന്വിത. രാമായണ കഥയിൽ പറയും സീതാകല്യാണം, സീതാകല്യാണ വൈഭോഗം. ഇവിടെ പറഞ്ഞു ഗൗരീ കല്യാണ വൈഭോഗം. നാനാ തീർത്ഥൈ സമാനീതൈ അഭിഷേകം അകുർവത. സനകാദി യോഗീശ്വരന്മാർ, നാരദാദി ദേവർഷികൾ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, അങ്ങനെ എല്ലാവരും ചേർന്ന് ആ ഭഗവാനെ, മഹാദേവനെ മധ്യത്തിലാക്കിയിരുത്തി മണ്ഡപത്തിൽ ചുറ്റുമായിട്ട് അവരൊക്കെ ഇരുന്നു. ഹിമവാൻ മേനയോടും മറ്റ് പുരസ്ത്രീകളോടും കൂടി പാർവതീദേവിയെ അലങ്കരിച്ച് ദിവ്യ ആഭരണങ്ങൾ അണിയിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ വധൂവരന്മാരെ ആ മണ്ഡപത്തിന്റെ നടുക്കിരുത്തിയിട്ടാണ് പിന്നീട് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട്, സഭയിൽ വെച്ചുകൊണ്ട് എന്നാണ്. ഗുരുജനങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം, അഗ്നി സാക്ഷിയായിട്ട് വേണം ഈ വിവാഹത്തെ ചെയ്യുവാൻ എന്നാണ്. അപ്പൊ അതിന് ശുഭമായിട്ടുള്ള മുഹൂർത്തമായിരിക്കണം. അപ്പൊ ഇവിടെ ഹിമവാൻ ആദ്യം തന്നെ ആ ശ്രീപരമേശ്വരന് ഒരിക്കൽ കൂടി കയ്യിൽ ജലമെടുത്ത് ആ ജലം നൽകിയ ശേഷം, കന്യാദാനമാണ്, തന്റെ പുത്രിയെ ദാനം ചെയ്യാണ്, കന്യാദാനം എന്നാണ് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എൻ്റെ മകളെ അങ്ങയ്ക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തിയിട്ട് അങ്ങയ്ക്ക് ദാനം ചെയ്യുകയാണ്. താങ്കളുടെ ധർമാചരണത്തിന് ഒപ്പം അങ്ങയെ സഹായിക്കുവാൻ വേണ്ടി, താങ്കൾക്ക് സഹായകമായി വർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ സങ്കല്പം തന്നെ, സഹധർമ്മം ചരത. ഞാൻ എൻ്റെ പുത്രിയെ താങ്കൾക്ക് സഹധർമ്മിണിയായിട്ട് നൽകുകയാണ്, ധർമ്മപത്നിയായിട്ട് പ്രദാനം ചെയ്യുകയാണ്. ദാനമാഹാത്മ്യങ്ങളിൽ പറയും, ഒരു കന്യകാദാനം ചെയ്യാൻ കഴിയുന്ന ഒരു പിതാവിന് ഇതിൽ പരം വളരെ ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മം ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെ ദാനം ചെയ്യുന്നു. ഇവിടെ ആ ഒരു സങ്കല്പം ചൊല്ലിക്കൊണ്ടാണ് പ്രതിഗൃഹീഷ്വ ദേവേശ മമ സായുജ്യതോ ഭവ പ്രതിജഗ്രാഹ ശംഭുസ്താം സർവലോകഹിതായ വൈ കന്യാം കനകസമ്പന്നാം സർവാഭരണഭൂഷിതാം ദാസ്യാമി ശംഭവേതുഭ്യം സർവമംഗള ശോഭനാം. എന്നിട്ടാണ് പാർവതിയുടെ കരം പിടിച്ച് ആ കരത്തെ ഗ്രഹിക്കാനായിട്ട് എന്നാണ്.
ഇപ്പൊ കന്യാദാനത്തോടൊപ്പം തന്നെ വധൂവരന്മാരെ തമ്മിൽ ചേർത്തു നിർത്തുന്നതായ മറ്റൊരു പ്രക്രിയയാണ് പാണിഗ്രഹണം എന്നുള്ളത് എന്നാണ്. അവിടെയാണ് വധുവിനെ ആദ്യമായി വരൻ സ്പർശിക്കുന്ന ആ ഒരു സന്ദർഭം എന്നാണ്. അപ്പോഴേ സ്പർശിക്കാൻ പാടുള്ളൂ എന്നാണ്. അതാണ് ധാർമ്മികമായ അല്ലെങ്കിൽ യുക്തമായ ഒരു രീതി എന്നാണ്. വധുവിനെ വരൻ ആദ്യം സ്പർശിക്കേണ്ടത് ഈ ദിവ്യമുഹൂർത്തത്തിലായിരിക്കണം, ബന്ധുജനങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം, അഗ്നിസാക്ഷിയായിട്ടായിരിക്കണം. ഇതിപ്പോ അതൊക്കെ പോയിട്ട് കുറെ കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് തീരുമാനിക്കാം അല്ലെ വിവാഹം കഴിക്കണോ വേണ്ടയോ. അവിടെ വരെ എത്തി കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യണതിന് പോലും പ്രസക്തിയില്ലാത്ത ഒരു കാലമായി കഴിഞ്ഞു. അപ്പൊ അതാണ് അത് വളരെ ഒരു മഹത്വമുള്ള ഒരു കാര്യമായിട്ട് എന്നാണ്. വിവാഹം എന്ന് പറയുന്നത്, കന്യാദാനം, പാണിഗ്രഹണം, ഇതൊക്കെ പവിത്രമായൊരു കാര്യമായിട്ടാണ് ഇവിടെ ഈ പുരാണങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തരാം. പ്രതിജഗ്രാഹ ശംഭുസ്താം സർവലോകഹിതായ വൈ തദോത്സവോ മഹാനാസിൽ ജയ ശബ്ദാനി മംഗളേ സർവം ആസീത്തതോ ഹൃഷ്ടം ജഗൽ സ്ഥാവര ജംഗമം പ്രണേമു പാർവതീം ദേവ പരമേശം ച ഭക്തിത മുനയശ ഗണാധീശ ആത്മനോ ജ്ഞാനയോഗിന. അങ്ങനെ കന്യാദാനം ചെയ്തു. എന്റെ പുത്രിയെ, സർവമംഗള ശോഭനയായിട്ടുള്ള ഉമയെ, പാർവതിയെ അവിടത്തേക്ക് ശംഭുവായിട്ടുള്ള ഭഗവാന് ഞാൻ ദാനം ചെയ്യുന്നു. ഇവളെ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. അങ്ങനെ ഭഗവാൻ പാർവതിയെ പ്രതിഗ്രഹിച്ചു, പാണിഗ്രഹണം ചെയ്തു, ജയ ജയ ശബ്ദം മുഴങ്ങി. അപ്പൊ അവിടെ ഒരു അപകടം പറ്റിയെന്നാണ്. എന്താ കുഴപ്പം? അധഭീത സുരാപ്രോജ തതോ മഹാഭാര ദുഗ്ധാസ ദക്ഷിണോന്നത അതിനീചോത്തരാഭൂയ ത്രാസമം പൂർജനാഹൃതി. ഇത് ഇപ്പോഴാണ് ഈ ശ്ലോകം കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത് വായിക്കുന്നത്. ഈ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോ ഈ കുമാരസംഭവത്തിലൊക്കെ, കാളിദാസ കൃതികളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, അവിടെ ഈ ഒരു സന്ദർഭം പറയുന്നുണ്ട്. ഈ പാർവതി വിവാഹത്തിന്, പാർവതീ സ്വയംവരത്തിന് വേണ്ടി എല്ലാവരും ഹിമവാന്റെ അടുത്ത് ഒത്തുകൂടിയപ്പോ ഒരു അപകടം പറ്റിയെന്നാണ്. എന്താണ്? ഭൂമിയുടെ ഭാരം, അതായത് ഹിമാലയത്തിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ 10,000-കണക്കിന് പേര് അല്ലെങ്കിൽ ഒരേ സമയം ഒരിടത്ത് എല്ലാവരും ഒത്തുകൂടിയാൽ എന്തായി? ഭൂമിയുടെ ഭാരം ഒരു ഭാഗത്ത് വർദ്ധിക്കുകയും മറ്റൊരു ഭാഗത്ത് കുറയുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. തതോ മഹാഭാര ദുഗ്ധാസ ദക്ഷിണോന്നത. തെക്കുഭാഗം ഉയരാൻ തുടങ്ങി എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭൂപ്രകൃതി വെച്ചു നോക്കിയാൽ ഈ കേരളവും തമിഴ്നാടും ഒക്കെ ഇരിക്കുന്ന ഈ ഭാഗം ഉയരാൻ തുടങ്ങി എന്നാണ്. കാരണം ഹിമാലയത്തിൽ ഭാരം വർദ്ധിക്കുകയാണ് വടക്കേ അറ്റത്ത്. അങ്ങനെ ഭൂമിയുടെ ഒരു ഭാഗത്ത് ഭാരം വർദ്ധിക്കുകയും മറുഭാഗം ഉയരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു എന്നാണ്. എന്തെങ്കിലും ആപത്ത് പറ്റുമോ? ഭഗവാനോട് പ്രാർത്ഥിച്ചു. ശംഭോ ജയ ജയ ദയാസിന്ധോ മഹീയാധരോദ്ധര. എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു ഭയപ്പെടേണ്ടതില്ല. എന്നിട്ടാണ് തനിക്ക് സമാനനായിട്ടുള്ള ഒരാളെ വിളിച്ചു. ആരെയാണ് വിളിച്ചത്? ആകെ 2.5 അടി പൊക്കമുള്ള അഗസ്ത്യനെയാണ് വിളിച്ചത്. അഗസ്ത്യ മഹർഷിയെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ, ദക്ഷിണഭാഗത്ത് പോയിട്ട് നിലകൊള്ളൂ എന്നാണ്. അപ്പോൾ വടക്കേ അറ്റത്ത് ബാക്കി എല്ലാവരും നിൽക്കുമ്പോൾ അങ്ങ് പോയിട്ട് തെക്കേ ഭാഗത്ത് നിന്നാ മതി, ആ ഭാരം തുല്യമാവുന്നതാണ്. അപ്പൊ കാഴ്ചയിലല്ല, ആളുടെ വലിപ്പത്തിലല്ല ഭാരം എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുത്തി തന്നു. ഈ അഗസ്ത്യനെ കുറിച്ചിട്ടൊക്കെ പുരാണങ്ങളിൽ, ബ്രഹ്മാണ്ഡ പുരാണത്തിലും ലളിതോപാഖ്യാനത്തിലും, ലളിതാ സഹസ്രനാമം ഹൈഗ്രീവനിൽ നിന്ന് ഉപദേശമായിട്ട് സ്വീകരിക്കുന്നത് അഗസ്ത്യനാണ്. ഇനി ഇവിടെ അഗസ്ത്യന്റെ മഹാത്മ്യം പറയാൻ പോണുണ്ട്. അങ്ങനെ അഗസ്ത്യന് അപ്പൊ ഒരു സങ്കടമായി. ഭഗവാനെ, ഞാൻ ഈ കല്യാണം കാണാൻ വന്ന ആളാണ് തന്റെ ഭാര്യയായിട്ട് ലോപാമുദ്രയോടുകൂടി. പക്ഷെ ഇപ്പൊ ഭഗവാൻ പറയാണ് അങ്ങ് ആ ദക്ഷിണ ദിക്കിൽ പോയിട്ട് നിൽക്കണം.